കാണിച്ചത്? എന്താ എന്താ പ്രശ്നം? ഇവർക്ക് എന്തു പറ്റി? ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി. എന്റെ ഒരു നാണയം താഴെ വീണപ്പോ എടുക്കാൻ ശ്രമിച്ചതാ. അപ്പോഴറിയാതെ കൈ തെറ്റിയതിനാ ഈ കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ല, ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി. എന്റെ മക്കളാണ് സത്യം. ഞാൻ ഒന്നും ചെയ്തില്ല. മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളാ ഞാൻ. ആ അമ്മാവന്റെ കൈ അറിയാതെ ഒന്ന് തട്ടിയതല്ലേ? അതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ? തനിക്കൊക്കെ എന്തറിയാം? ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി. കണ്ടവരുണ്ടോ? സാക്ഷി ആരാ? സാക്ഷി ആരെങ്കിലും ഉണ്ടോ? കണ്ടവരാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുണ്ട്. ഞാനാ സാക്ഷി. ഈ പകൽ മാന്യൻ ഇവരോട് എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ചേട്ടൻ വലിയ മാന്യനാകാൻ നിൽക്കാതെ ഈ ചേച്ചിയോട് മാപ്പ് പറഞ്ഞിട്ട് പോയിക്കോ. അതാ നല്ലത്. അല്ലെങ്കിൽ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. നീ പോടി. തെറ്റിയാത്ത ഞാനിതിനാ മാപ്പ് പറയുന്നത്. തെറ്റിയാത്ത ആള് മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സ്ത്രീ ചേട്ടന്റെ ഭാര്യയോ പെങ്ങളോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് നോവില്ല. നിങ്ങൾ വെറുതെ സംസാരിച്ച സമയങ്ങളല്ലേ? വണ്ടി പോവാനുള്ളതാ. ഇയാൾ ഇവരോട് മാപ്പ് പറയാതെ ഈ വണ്ടി ഇവിടുന്ന് പോവില്ല. കൊറേ നേരമായി ഈ അമ്മാവന്റെ ചൊറിച്ചിന് തുടങ്ങിയിട്ട്. അമ്മാവ് മാപ്പ് പറഞ്ഞിട്ട് പോ. രണ്ടവളുമാരും കൂടി മാന്യമാരെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കുക. മര്യാദക്ക് രണ്ടവളുമാരും കൂടി എന്നോട് മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. എന്നാ താൻ കേസോ? ഇതുകൂടി കണ്ടിട്ട് വേണം താൻ കേസ് കൊടുക്കാൻ. ഇതാ കാണും, എല്ലാവരും കാണും. ഇതാ ഇതിന്റെ അകത്ത് നടന്ന സംഭവം. ആ ചേട്ടൻ എങ്ങോട്ട് പോവാ? ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ട് ചേട്ടൻ എങ്ങോട്ട് പോവാ? തോന്നിയ മാസം കാണിച്ചിട്ട് മാന്യനാവാൻ നോക്കുന്നതാ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ മാപ്പ് പറയാം. സഹോദരി, അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. താൻ എന്താടോ കരുതിയത്? പെണ്ണുങ്ങൾ വെറും ഫ്ലവർ ആണെന്നോ? പെണ്ണുങ്ങൾ ഫ്ലവർ അല്ലടാ, ഫയർ അടാ, ഫയർ.